ഗൈസ്, നമ്മൾ കൊൽഹാപൂർ എത്തി. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലൈറ്റ് കയറിയത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ എത്തി. ഇത് ഭയങ്കര ഇതായിരുന്നു. 1.5 hour ലേറ്റാണ്. നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാണ്ട് വെതർ പ്രോബ്ലം എന്തുകൊണ്ട് നമുക്ക് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. ഡിലേ ആയിട്ടുണ്ടായി. അപ്പം കൊള്ളായിരുന്നു. ഫ്ലൈറ്റ് ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടലിൽ 5 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. അതിപ്പോൾ വിളിച്ചെന്ന് പറയണം. അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ മുടിയൊക്കെ നൈസായിട്ട് മാറ്റി വേറൊരു സ്റ്റൈലിലേക്ക് ആയി. ഇതൊരു ചെറിയ എയർപോർട്ടാണ്. അപ്പം അധികം ഒന്നും ഫ്ലൈറ്റ് ഇവിടെ അങ്ങനെ വരാറില്ല. 2-3 ഫ്ലൈറ്റ് ചെറിയ ഫ്ലൈറ്റാണ്. അധികം ഫ്ലൈറ്റ് ഒന്നും അതായത് ചെറിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് അത്രയും അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇതുള്ളത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അല്ലേ. കുറേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. കുറേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. കൊച്ചിനെ വെച്ച് നോക്കുമ്പോഴേക്കും ബാംഗ്ലൂരാണ് കുറച്ചും കൂടെ ഫ്ലൈറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇതെങ്ങനെയായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? ഇത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എല്ലാം കണ്ടതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇരുന്ന് അതിൻ്റെ ഗ്ലാസ് ഭയങ്കര ഇപ്പോഴും വിൻഡോ സീറ്റാണ്. ഞങ്ങൾക്ക് ഫുള്ള് ഫ്ലൈറ്റ് ഫുള്ള് ഇതിലും ട്രാവലിലും നമുക്ക് വിൻഡോ സീറ്റാണ് ഞങ്ങൾ എടുത്തേക്കണത്. പോകുമ്പോഴും വിൻഡോ സീറ്റാണ്. നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട് ഗൈസ്. അതിങ്ങനെ കറങ്ങി വരണം. നമ്മുടെ ബാഗ് എത്തിയിട്ടില്ല. അവിടെ കൂടി ഇപ്പോൾ വരും. വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ വെട്ടി വന്നു. യെസ്, ഈ ഒരു വെട്ടി മാത്രമല്ല ഞങ്ങൾക്ക്. എയർപോർട്ട് ഇഷ്ടപ്പെട്ട്. ഇത് നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയേക്കണതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഡ്രോയിങ്സും ഇതൊക്കെ. ഏതോ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ആൾ ചെയ്തതാണ്. എനിക്കൊന്നും ഇതൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നത് അല്ലേ. അമ്പലങ്ങളാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് അമ്പലങ്ങളാണ് ഇവിടെ കുറച്ചും കൂടെ ഫേമസ് ആയിട്ട് ഉള്ളത്. അപ്പം ഞങ്ങൾ പോണേന് കഴിച്ച് ഞങ്ങൾ എക്സിറ്റിലേക്ക് പോണേ. തള്ളാൻ നല്ല കഴിവുള്ള കുട്ടിയാണ് ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞു ബാഗ്. അത് ഇതൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണാനായിട്ടുള്ളത്. ഇനി നമ്മൾ ക്യാബ് വിളിക്കുന്നു. പോകുന്നു. അങ്ങോട്ട് പോവാം. ടാക്സി വാല. അപ്പം നമ്മൾ എവിടെ ഹോട്ടലിലെത്തി. ഹോട്ടൽ അയോധ്യ. നമ്മുടെ മുറി, അതൊക്കെ റൂം. താങ്ക് യു. ബെഡുണ്ട്. ശ്രീ അമ്മനെ വിളിക്കണം. നമുക്ക് വേറെ എക്സ്ട്രാ ബെഡ് തന്നിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ ഉണ്ണിയപ്പം. ടി വി ഉണ്ട്. കോഫി ഉണ്ടാക്കാൻ കോഫി മേക്കറൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബാൽക്കണി ഇല്ല, പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ 2 ചെയറുണ്ട്, ഒരു ടേബിളുണ്ട്, ബെഡിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട്. AC റൂമാണ് കേട്ടോ. നമുക്കൊരു ഇതുണ്ട്, സോഫ പോലെ. ഹെയർ ഡ്രയറൊക്കെ ഇവരുടെയാണ്. ഇതൊക്കെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യണതാണ്. ഓക്കെ, ഇന്നതെയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഹാങ്ങറൊക്കെയാണ് നമ്മുടെ. ഇതൊക്കെ ഹാങ് ചെയ്യാം. ആൻഡ് ഇതാണ് വാർഡ്രോബ്. നമുക്ക് ഡ്രസ്സിങ് റെഡിയാകാനൊക്കെ ഇവിടെ റെഡിയാകാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ബാത്റൂം ഇതാണ് ഗൈസ്. വാഷ് ബേസിൻ, ടോയ്ലറ്റ്, പിന്നെ ഒരു ഷവർ ഏരിയ. ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി സർവീസൊക്കെയാണ്. ഇഷ്ടപ്പെട്ട് കൊള്ളാം. നമുക്ക് സോപ്പും പിന്നെ ഇവർ തന്ന സോപ്പ് ബ്രഷൊക്കെയാണ് നമുക്ക് അവർ തന്നതാട്ടോ. നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അതൊക്കെ അതിനൊക്കെ കാശ് കൊടുക്കണം. ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ റൂം. കൊള്ളാം, റൂമൊക്കെ കൊള്ളാം. നല്ല വലിയ റൂമൊക്കെയാണ്, അടിപൊളിയാണ് ഗായ്സ്. ഇത് ഇവിടുത്തെ മെനു കാർഡാണ്. അയോധ്യയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, ഹോട്ട് ബിവറേജസ് ഇങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ബാറും ഉണ്ട് ഗൈസ്. യു ക്യാൻ ചിൽ ഹിയർ. സ്കോച്ച്, വിസ്കി ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോ. അത് വാങ്ങിച്ചു ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ആണ് ഞാനൊക്കെ കാണിച്ചത്. ബിയർ ഉണ്ട്, വൈനുണ്ട്, ബ്രാൻഡി ഉണ്ട്, ഗിമ്മുണ്ട്. ഏത് വേണം പറയൂ. സ്കോച്ച് വേണം? സ്കോച്ച് ചെയ്യാൻ അപ്പോൾ ശ്രീ ഓർഡർ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തുണ്ടെങ്കിൽ ഹോട്ടലിൽ ഫുഡുണ്ട്. പക്ഷേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണില്ല, പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഹോട്ടലിലോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട കുറേ നേരം തപ്പി നടന്ന് നമുക്കൊരു കട കിട്ടി. ഹോട്ടൽ എന്താണ്? ഹോട്ടലിൻ്റെ പേര്
ഹോട്ടലിൻ്റെ പേര് പിന്നെ ഞങ്ങളുടെ ഹോട്ടലിൽ ഫുഡ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ലൊരു വൈബ് ആണല്ലേ, നൈസ് മ്യൂസിക്കൊക്കെ ഉണ്ട്. കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. ഇത്തിരി സ്റ്റാൻഡേർഡ് ഇതാണ്, ഡൈനാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നു, ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇരിക്കണേനും ഫ്രഷായി. ഇനി നമ്മൾ കിടന്നുറങ്ങും. ഇപ്പം സമയം 10 മണിയാകണം. അപ്പം നമ്മളിനി കിടന്നുറങ്ങും. അപ്പം ഇനി വീട്ടിലോട്ട് വിളിക്കണം, വീട്ടിലോട്ട് വിളിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. ഇനി ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വ്ളോഗാണ്, നാളെ കാണാം ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.